സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയെ അതിജീവിച്ച് സ്ഥിര വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് അവലംബിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണാണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൈ ഡിവിഡൻഡ് ഈൽഡുള്ള സ്റ്റോക്കുകളെ ഒരു പോർട്ട്ഫോളിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും ഡിവിഡൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മികച്ച ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഉള്ളതും അതുപോലെ തന്നെ ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് ഉള്ളതും പ്രീവിയസ് ഹിസ്റ്ററിയിലും വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ളതും 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ ചില ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകളെ ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ ഈ സ്റ്റോക്കുകൾക്കൊക്കെ ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് ITC 424 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. FMCG സെക്ടറിലെ ടോപ്പ് പിക്കായിട്ടാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും സജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 528 52 വീക്ക് ഹൈ. സ്റ്റോക്ക് 424 ട്രേഡ് ചെയ്യുന്നു. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ പേപ്പർ ബിസിനസ്സിനെ കൂടി ITC എന്ന കമ്പനി അക്വയർ ചെയ്തതുവഴി പേപ്പർ സെഗ്മെൻറ്റിലേക്ക് അവരുടെ പ്രവർത്തനം കമ്പനി കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിനോടൊപ്പം നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്കും വെസ്റ്റേൺ ഇന്ത്യൻ മാർക്കറ്റിലേക്കും പേപ്പർ ബിസിനസ് ITC എന്ന കമ്പനി വ്യാപിപ്പിക്കുകയാണ്. കൂടാതെ FMCG സെക്ടറിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ITCയുടെ ഏറ്റവും പ്രധാന റവന്യൂ സോഴ്സ് സിഗരറ്റ് ബിസിനസ്സാണ്. സിഗരറ്റിന് മുകളിൽ സ്ഥിര നികുതി വരികയാണെങ്കിൽ അത് ITC എന്ന സ്റ്റോക്കിനെ സ്ഥിരമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പ്രേരിപ്പിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലും ബിസിനസ് എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടാതെ മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ടും ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾക്ക് ITC എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. 3.5% ഡിവിഡൻഡ് ഈൽഡ് ITC എന്ന സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. രണ്ടാമത്തേത് പവർ ഗ്രിഡ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ഡിമാൻഡിനെ കേറ്റർ ചെയ്യുന്നതുകൊണ്ട് പവർ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇവിടെ ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു പിക്കാണ് പവർ ഗ്രിഡ്. 305 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 366 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കൂടാതെ ശക്തമായ ഓർഡർ ബുക്ക് ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ദീർഘകാല പെർഫോമൻസ് ഉറപ്പുവരുത്തുന്ന സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ മികച്ച വളർച്ചയും വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 3% ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. കൂടാതെ പവർ സെക്ടറിലെ ക്യാപെക്സിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും പവർ ഗ്രിഡ് എന്ന കമ്പനി മുൻപിലാണ്. ഇത് വരും സമയങ്ങളിൽ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷന് വഴിതെളിയിക്കുകയും ചെയ്യും. മൂന്നാമത്തതും പവർ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്കിൻ്റെ പേര് കോൾ ഇന്ത്യ. സാധാരണഗതിയിൽ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡിൽ വളരെ വലിയ വർധനവാണ് വരുന്നത്. ഈ മാസങ്ങളിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് നടത്താറുമുണ്ട്. അതിന് പിന്നിലെ പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ഡിമാൻഡിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കോൾ അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിക്കും. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള 75% കോളും സപ്ലൈ ചെയ്യുന്നത് കോൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. കോൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന കോളുകളുടെ 80% ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 2030 സാമ്പത്തിക വർഷത്തോടുകൂടി 363 ജിഗാവാട്ട് എനർജിയാണ് ഇന്ത്യക്ക് ആവശ്യം വരുന്നത്. ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കോൾ ഇന്ത്യ പോലുള്ള കമ്പനികളുടെ വളർച്ച അത്യാവശ്യമാണ്. ഇതോടൊപ്പം തന്നെ 10 വർഷത്തെ ആവറേജ് വാല്യൂഷനേക്കാളും അട്രാക്റ്റീവ് ലെവലിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ലഭിക്കുന്നുമുണ്ട്. 7% ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. മറ്റേത് ഓയിൽ സെക്ടറിലെ ഒരു കമ്പനിയായ HPCL ആണ്. HPCL നാലാമത്തെ സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 457. സ്റ്റോക്ക് 389 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ ഒപെക് രാജ്യങ്ങൾ ഓയിലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും അമേരിക്കയുടെ താരിഫ് പ്ലാനുകളും മൂലം ഓയിലിൻ്റെ വിലയിൽ ഗണ്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് HPCLൻ്റെ മാർക്കറ്റിംഗ് മാർജിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കൂടാതെ LPGയുടെ $76 ബില്യൺ രൂപയുടെ അണ്ടർ റിക്കവറിയും HPCL എന്ന കമ്പനിക്ക് വരാനുണ്ട്. അതോടൊപ്പം തന്നെ HPCLൻ്റെ ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ നമ്മൾ പരിശോധിച്ചാൽ കമ്പനി അതിൻ്റെ ലൂബ്രിക്കൻ്റ് ബിസിനസ്സിനെ HPCL നിന്നും ഡീമർജ് ചെയ്ത് മറ്റൊരു കമ്പനിയാക്കി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വാല്യൂ അൺലോക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂവും HPCL എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. 2025 ഫിനാൻഷ്യൽ ഇയറിൽ രാജസ്ഥാനിൽ കമ്പനി രാജസ്ഥാനിൽ ഒരു വലിയ റിഫൈനറി ലോഞ്ച് ചെയ്യുകയാണ്. 17% ROEയോടുകൂടിയുള്ള വളർച്ചയാണ്
മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HPCL എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അവസാന സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ. അമേരിക്കയുടെയും ചൈനയുടെയും വ്യാപാര സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ക്രൂഡ് ഇൻപുട്ടായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. ലൂബ്രിക്കൻ്റ് സെഗ്മെൻറ്റിൽ ഇയർ ഓൺ ഇയറിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ 4.5% വളർച്ചയുണ്ട്. അതുകൊണ്ട് ഈ സെക്ടറിലെ ഒരു മേജർ പ്ലെയർ എന്ന നിലയിൽ ഈ കമ്പനിയുടെയും വളർച്ച ഇൻടാക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ വരും വർഷങ്ങളിൽ കമ്പനി കൂടുതൽ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. 6.5% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 284. സ്റ്റോക്ക് 200 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. അതുകൊണ്ട് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്